കണ്ണൂരിലെ ഡിവൈഎഫ്ഐ നേതാവിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പി ജയരാജനെതിരെയുള്ള വിഷയം സഭയിൽ ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് സണ്ണി ജോസഫ് നൽകിയ നോട്ടീസ് സ്പീക്കർ തള്ളിയിരുന്നു. എന്നാൽ തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ വിഷയം സഭയിൽ ചർച്ചക്കെടുക്കാത്ത സ്പീക്കറുടെ നിലപാടിനെ ശക്തമായി തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ഈ വിഷയത്തിൽ ചർച്ച പോലും വേണ്ട എന്ന് തീരുമാനിച്ചത് എം.പി. രാജേഷ് ആയിരുന്നു. അത് സ്പീക്കർ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ തുടർന്ന് സതീശൻ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ സ്പീക്കർ തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സതീശൻ തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ എന്നുള്ള ഉറച്ച നിലപാടെടുത്തതോടെ സ്പീക്കർക്ക് വഴങ്ങേണ്ടി വരികയായിരുന്നു. ആ വീഡിയോ ദൃശ്യത്തിലേക്ക്. ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ചിരിക്കുന്ന നോട്ടീസ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ അടക്കമുള്ളവർക്കെതിരെ വെളിപ്പെടുത്തൽ സംബന്ധിച്ചാണ്. റൂൾ 50 നോട്ടീസിന് അനുമതി നൽകുന്നത് സംബന്ധിച്ച് സർ, ഇന്നത്തെ നോട്ടീസ് ചട്ടം 52(5) പ്രകാരം നിലനിൽക്കുന്നതല്ല. അത് അവതരിപ്പിക്കാൻ അനുമതി കൊടുക്കാൻ പാടില്ല എന്നാണ് ചെയറിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം 52(5) പറയുന്നത് പ്രമേയത്തിൽ വാദങ്ങളോ അഭ്യൂഹങ്ങളോ വ്യാജോക്തികളോ ആരോപണങ്ങളോ അപകീർത്തികരമായ പ്രസ്താവനകളോ ഉണ്ടായിരിക്കാൻ പാടില്ലാത്തതും വ്യക്തികളുടെ ഔദ്യോഗികമായ നിലയിലോ പൊതുക്കാര്യ നിലയിലോ അല്ലാതെയുള്ള അവരുടെ സ്വഭാവത്തെയോ നടപടിയെയോ കുറിച്ച് പരാമർശിക്കാൻ പാടില്ലാത്തതാകുന്നു. സർ, ഇത് അഭ്യൂഹങ്ങളുടെയും വ്യാജോക്തികളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ്. ആരോപണവും അപകീർത്തികരമായ പ്രസ്താവനയും അടങ്ങിയതാണ്. അതുകൊണ്ട് ഇത് ഇന്ന് ചർച്ചയ്ക്കെടുക്കാൻ പാടില്ല. റൂൾ 50 നോട്ടീസ് അനുമതിക്കുന്നത് സംബന്ധിച്ച് ചട്ടം 52 ക്ലോസ് 5 പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: വ്യക്തികളുടെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള അവരുടെ സ്വഭാവത്തെയോ നടപടിയോ കുറിച്ച് നോട്ടീസിൽ പരാമർശിക്കാൻ പാടില്ല എന്നതാണ്. ശ്രീ സണ്ണി ജോസഫും മറ്റംഗങ്ങളും ചേർന്ന് ഇന്നിവിടെ നൽകിയിട്ടുള്ള നോട്ടീസിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ്റെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള നടപടികളെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടം 52 ക്ലോസ് 5 പ്രകാരം നോട്ടീസ് നിരസിച്ചിരിക്കുന്നു. സാർ, ഇപ്പോൾ ഇവിടെ ഒരു പൊതുവായ ഒരു സമീപനം എന്ന് പറയുന്നത്, നമ്മൾ കുറേ നാളുകളായി ഇവിടെ പ്രീസിഡൻസ് ഉണ്ട്. ആ പ്രീസിഡൻസ് എല്ലാം വെച്ചിട്ട് ഇതുപോലുള്ള നിരവധി വിഷയങ്ങൾ റൂൾ 50 അടിസ്ഥാനത്തിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ പ്രവണത, സർക്കാർ പ്രതിക്കൂട്ടിലാവുന്ന, പാർട്ടി പ്രതിക്കൂട്ടിലാവുന്ന ഒരു കാര്യവും സഭയിൽ ചർച്ചയ്ക്ക് വരാൻ പറ്റില്ല. മന്ത്രിമാർ പ്രതിരോധത്തിലാവുന്നത് സാർ, അത് ശരിയല്ല സാർ. ഞങ്ങൾ അതിൽ ശക്തിയായി പ്രതിഷേധിക്കുന്നു സാർ. ഇത് വളരെ പ്രധാനപ്പെട്ട കേരളത്തെ ഞെട്ടി. ഞാൻ എന്റെ സാർ, ഇത് സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നാട്ടിലെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് രാഷ്ട്രീയ നേതൃത്വം കൊട പിടിച്ചു കൊടുക്കുന്ന, പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സാർ. ഇതിൽ സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ മയക്കുമരുന്ന് വരെയുള്ള മുഴുവൻ സംഭവങ്ങളുണ്ട്. ആ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യാൻ അനുമതി തരാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യും. Calling attention. Walkout ഇല്ല. സോറി. മൊത്തം UDF ഓൾറെഡി ഇറങ്ങി. പ്ലീസ്, അടുത്ത പ്രസംഗം. സോറി. അങ്ങനെയെങ്കിൽ 2 വാക്ക് പെട്ടെന്ന് 2 വാക്ക്. ഞങ്ങളെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യുന്നു.